എവിടെ ഇതിന്റെ കാർഡ് എടുത്തില്ല ഞങ്ങളിതാ 5 മണിക്ക് ഇവിടെ എത്തി. ഇപ്പോൾ സമയം 6:15. ഒരു 1.25 മണിക്കൂർ ഞാനൊന്ന് വെറുതെ കിടന്നല്ല ഉറങ്ങിപ്പോയി. ഇപ്പോൾ താഴത്ത് വണ്ടി വന്നിട്ട് വിളിച്ചു. പെങ്ങളും മുൻ തന്നെയാണ് വന്നിട്ടുണ്ട്. ഷൂ ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മളിങ്ങനെ പോകുന്നത് ഒരു പാർക്കിലേക്കാണ്. പാർക്ക് വിത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ നടന്ന് അതിൻ്റെ പേര് ഞാൻ കൂടി ചോദിച്ചു പറഞ്ഞുതരാം. അപ്പോൾ അവിടേക്കാണ് ഇനി അടുത്ത യാത്ര. ഏതായാലും ലാസ്റ്റ് കലാശക്കോട്ടയാണ് നിർത്തുന്ന പരിപാടി. ഇന്നത്തോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സോ നിർത്തുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനൊരു സ്ഥലത്തുണ്ട് നമുക്കവിടെ കോഴിയൊക്കെ ബാർബിക്കൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ജ്യേഷ്ഠൻ്റെ മോനും വരാൻ തന്നിട്ടുണ്ട്. ജ്യേഷ്ഠൻ്റെ മോനും അവൻ്റെ കൂട്ടുകാരനും പെങ്ങളും മോനും ഒക്കെ കൂടിയിട്ട് കണ്ട് കൂടുന്ന വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. താഴത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നു. സോ കൂടെ ഉള്ളവരൊക്കെ കൂടി അതെ കൂടി പോരി. അപ്പം ഞങ്ങളിവിടെ വന്ന് കാല് കുത്തിയത് പോകും വണ്ടി പുതിയ എടുത്തു. അതാണ് ഞങ്ങളെ ഐശ്വര്യമാണ്. ഞങ്ങൾ വന്ന് കാല് കുത്തിച്ച് വണ്ടി എടുത്തില്ലേ, ഒരു പുതിയ വണ്ടി എടുത്തു. ഇതൊരു ഒരു കമ്പനി വണ്ടി ആയിരുന്നു. ഇപ്പോൾ ഒരു പുതിയ വണ്ടി കൊടുത്തിരിക്കണം. ഇറങ്ങിയിട്ടില്ല, 2 ദിവസം കൂടി കഴിയും. അതാ ഓടാനായിട്ടില്ല, ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് പണിയാ കഴിയും. നമ്പറൊക്കെ കിട്ടില്ല, ഒക്കെ കഴിഞ്ഞു. പുതിയ തന്നെയല്ലേ വണ്ടി എടുത്ത്? അത് എത്ര ഉണ്ട് ഇവിടെ? 1,40,000. ഇവിടെ വണ്ടി എടുക്കാനല്ല. ഇവിടെ വണ്ടി എടുത്ത് നേരെ എൻ്റെ അടുത്ത് വരികയാണ്. അന്യം കൂടി പോയിട്ട് ഒറ്റ വണ്ടിയിൽ പോയി. എന്നിട്ട് വേറെ ഞങ്ങൾ ഇതില് കൊള്ളും. മലബാറിന്റെ അടുത്തല്ലേ താമസം? ആദ്യത്തെ റൂമിനെ മലബാറിന്റെ അവിടെ വന്നാൽ മതിയല്ലേ? കുട്ടിയുടെ കുട്ടിയുടെ തൊട്ടിട്ടല്ലേ? വേഗം നോക്കിക്കോട്ടാ. അവിടെ ബ്ലോക്ക്. ഞങ്ങളിതാ വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയിട്ടില്ല. വണ്ടി ഫുൾ ബ്ലോക്ക്. വണ്ടിയിൽ വന്ന് ഞങ്ങൾ കയറിയിട്ട് ഇപ്പോൾ 5 മിനിറ്റായി. വണ്ടി നീങ്ങുന്നില്ല. ഞങ്ങൾ ഡ്രൈവർ പോരാ. ഞങ്ങളെ ക്യാപ്റ്റൻ ഈസ് നോട്ട് ഗുഡ്. ചിത്രം വെച്ച് നോക്കാം. കുറച്ചും കൂടി വരക്കാൻ ബാക്കിയുണ്ട് മുൻപേത്ത്. അപ്പൊ ഞങ്ങളിതാ യാത്ര തുടങ്ങി. ഞാൻ പാട്ട് പാടാൻ പോകണം. ഹലോ ഞാനാണ് ഇങ്ങോട്ട് ഒരു ഓപ്പറേറ്റർ. ഞങ്ങൾ പോകുന്നത് നമ്മൾ പോണ പാർക്കിന്റെ പേരെന്താ? മംസാർ തന്നെ പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയിട്ട് ഞങ്ങൾ പോയിട്ട് എന്തൊക്കെ ചെയ്യും? ഹലോ കുട്ടി നോക്കാം. എന്തൊക്കെ സെറ്റപ്പ്. പാർക്കി പോക്കിണ്ടാവില്ലേ? മക്കളെ അങ്ങനെ ഞങ്ങളിത് ആ പാർക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ എത്തി. സാധനങ്ങൾ ഇറക്കുന്നു. നമ്മളെ ഷിഹാബിൻ്റെ ഫ്രണ്ട് സംസീർ, പിന്നെ ഷിഹാബ് അതിൻ്റെ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തു. ആ വെള്ളം വേണമെങ്കിൽ എടുത്തോളി, വെള്ളം എടുത്തോളി. ഇന്ന് നിൽക്കണില്ല സംസോ? ഓൻ നിൽക്കണില്ല, ഓൻ പോവാണ്. ഓനക്ക് പാർട്ടി ഉണ്ട്. അപ്പോൾ ഓനക്ക് നമ്മളെ ചുടലൊന്നും പറ്റൂല. ഓനക്ക് വലിയ പാർട്ടിയാണ്. അനുകുട്ടി നീച്ചോ? പടം നീച്ചിക്കണ. അപ്പം ഞങ്ങളിതാ അതാണ് നമ്മളെ പാർക്ക്. ആ കാണുന്നതാണ് പാർക്ക് കേട്ടോ. അവിടെ കാണിഞ്ഞ് നടക്കുക. ഓക്കെ. ഒരു കാലില് കമ്മി ഉണ്ട്. പോണു. 2 കവർ ഇതിലുണ്ട്. ആ പോരെ കുട്ടീനെ കയറ്റി വിട്ടില്ലേ? തമാനയുടെ എടുത്തിട്ടുള്ളൂ. പോയി 10 എന്താ കല്ലിനാ?
സ്കൂളിൽ നിന്ന് എടുക്കുന്നുണ്ടോ? പോരും യൂട്യൂബ് ആംഗിൾ എടുത്തോ. നല്ല ബീച്ചിലാണ് താത്തികൾ എന്നോട് ഓടാടുന്നു. സോ ഗൈസ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, ദുബായിനോട് നമ്മൾ നാളെ ഇവിടെ പറയും. അങ്ങനെ ഇന്ന് നമ്മൾ ഈ പാർക്കിൽ വന്ന്, ഇത് എൻട്രി ഫീസ് 5 ദിർഹമേ ഉള്ളൂ. അവിടെ വന്നിട്ട് നല്ല വലിയൊരു പാർക്കാട്ടോ. നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ കുറച്ച് സൗകര്യമുള്ള ഒരു പാർക്ക്. സ്വിമ്മിംഗ് പൂള് ഞങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പോഴേക്കും 8 മണിയായപ്പോൾ അത് ക്ലോസ് ആയി. അനു കൈയിട്ടരുത് കേട്ടോ. കുടിഞ്ഞു വയ്ക്കണം. ഞാൻ റേഷൻ കാർഡ് എടുക്കാൻ പറഞ്ഞേ. സാറേ ഞാൻ ഇവിടെ കഴിത്തരാം സാറേ. അങ്ങനെ ചോദിച്ചപ്പോ താവൂല. കൈമൊക്കെ പിഴിഞ്ഞെടുക്കും സ്ഥലത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല പറ്റത്ത് ഓനെ മുന്നിൽപ്പെട്ട ഉണ്ട കൊടുക്കും. എന്റെ ബാക്കല്ലേ കിട്ടുന്നത്. ഞാനിവിടെ മല്ലിച്ചപ്പ് പൊടിക്കാട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. മല്ലിച്ചപ്പ് ഇങ്ങനെ പീസാക്കിയിട്ട് 3 ഭാഗത്തിനാക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ റൂം. സോ ഗൈസ്, ഞങ്ങളിതാ കോഴി ചുടല് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഡിന്നറ് ഇങ്ങനെയാണ് ഗാർഡനിൽ. ഓക്കെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ സൗദി അറേബ്യയിലൊരു കാലമുണ്ട്. ഞാൻ പിന്നെ ഇവരൊക്കെ ഫാമിലി അവിടെ ഉള്ള സമയത്ത് ഇതുപോലെ ഞങ്ങൾ കോർണിഷുകളിൽ പോയി ഇതാക്കിയിരുന്നു. ഉണ്ടല്ലോടാ,
അപ്പോൾ ആ ഒരു റിമെമ്പർ എന്താ പറയുക മെമ്മറിയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുബൂസ്, കോഴി, ചെവനപ്പ്, പച്ചി, പിന്നെ നമ്മളെ ഉള്ളിയുണ്ട് സലാഡ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ആ വെള്ള ഉള്ളി ഒക്കെ വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗാർഡനിൽ ഇരുന്നിട്ടാണ് ഇന്ന് അവിടെ ഇരുന്നിട്ട് നമ്മൾ ചുറ്റിയുന്നത്. അവിടെ ഒരു ലൈറ്റ് കണ്ടില്ലേ? പക്ഷെ അവിടെ നെൽത്ത് കട്ടയാണ്. കട്ട ആയതുകൊണ്ട് അതിന്മേൽ ഇരിക്കുമ്പോൾ ഒരു വൃത്തിയില്ല. അപ്പോൾ ഗാർഡനിലേക്ക് പോകുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ സ്ഥിരം ദുബായ് താമസക്കാരാണ്. നമ്മൾക്ക് കാർപ്പറ്റും കീർപ്പറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ആ സൗകര്യങ്ങളില്ല. പുല്ലിൽ ഇരുന്ന് തിന്നാം. ഓക്കെ. സോ കൂടിക്കോളി നല്ല അടിപൊളി കോഴിയതായി. ആ ഗ്ലാസ്സിൽ ഒരു ഐസ് കണ്ടിട്ട് കൊടുക്കും. സൂപ്പർ സൂപ്പർ. മാംഗോ അത് സ്മൂതാ. എന്താ ഷാബ ആ സ്റ്റാൻഡ് എടുത്തിട്ട് പോരാ, ഇവിടെ വെക്കാം. ആ സ്റ്റാൻഡ് എടുത്തിട്ട് പോരാ, ഇവിടെ വെക്കാം. എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കുമ്പോൾ രസമുള്ളൂ. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഞങ്ങളല്ലേ വ്ളോഗർ, ഇപ്പാണ് വ്ളോഗർ. അതല്ലേ അലിയുടെ തീറ്റ. നല്ല ടേസ്റ്റ്. മറ്റേ ചെക്കൻ പറയില്ലേ നല്ല ടേസ്റ്റ്. നല്ല ഈ ചെക്കൻ എന്റെ ചെരുപ്പ് എവിടെ കൊണ്ടിട്ടിക്കണ്? ഒന്നും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്റെ ചെരുപ്പ്. ഒന്നും എവിടെയും ഉണ്ടാവും. ഇപ്പൊ ആർക്കും തരണം. അത് കയ്യേക്കാളാട്ടോ, അത് കുടിക്കാരും. ദീപം അതാ ദീപം പോണു. ഇങ്ങനെ ചുറ്റുപുറം മതില്ല, അതിൻ്റെ വഴി നല്ല രസമായിട്ട് ഓരോരോ ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാടുണ്ട്. ഇത് മാത്രമല്ല, എങ്ങനെ വന്നിട്ട് മറന്നാ അത് ചുറ്റുപുറം കണ്ടോ? അങ്ങനെ ചുറ്റുപുറം ഇങ്ങനെ ഒരു ബൗണ്ടറി, ഇതിൽ കൂടെ ഒരു എൻട്രി, ഇതൊരു എൻട്രി. ഓക്കെ. ഇത് മാത്രമല്ല, അത് അപ്പുറത്ത് അങ്ങനെ റൗണ്ടിൽ, ഇത് സ്ക്വയറിൽ, അത് റൗണ്ടിൽ അപ്പുറത്തുണ്ട് വേറെ റൗണ്ട്. ഇങ്ങനെ കുറേ ഇങ്ങനെ ഓരോ ഫാമിലിക്ക് ഇങ്ങനെ വന്ന് സ്ഥലം ഭയങ്കര അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇതിൻ്റെ കോലം കണ്ടില്ലേ? പലരും വന്ന് ഇരുന്നിട്ട് ഈ അടിയൊക്കെ എങ്ങനെയുണ്ട് ഡസ്പായിട്ടുണ്ട്. പിന്നെ ഈ ടേബിളിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കണം. അപ്പോൾ അത് രസമല്ല. എല്ലാവരും കൂടി വട്ടത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗാർഡനിൽ അങ്ങോട്ട് ഇരുന്നത്. ഓക്കെ. ഞങ്ങൾ ആ ഗാർഡനിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. അല്ല അവിടെ ഇവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് രസമാണ്. ഫുൾ ഗാർഡൻ. ഓക്കെ. അടിപൊളി ഏരിയ, കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ പിക്നിക്കിന് വരാൻ പറ്റിയ ഏരിയ. അവിടെ ബാത്റൂമുണ്ട്. ബാത്റൂമുകൾ ഒരുപാടുണ്ട്. ബാത്റൂം സൗകര്യങ്ങളുണ്ട്. പിന്നെ ചെറുതോതിൽ അവിടെ ഒരു ബക്കാല പോലെ ഉണ്ട്. അതൊരു സൂപ്പർ മാർക്കറ്റ്, ചെറിയൊരു ബക്കാല. ഓക്കെ. പിന്നെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇവിടെ ഒക്കെ അങ്ങനെ ഇതിനെക്കാട്ടി സെറ്റപ്പുള്ള അടുപ്പടക്കമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇറങ്ങിക്കോളി. പാർക്കിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് കേട്ടോ. പാർക്കറെ വിളിച്ചു പറയുന്നുണ്ട്. അറ്റൻഷൻ പ്ലീസ്, ഇറങ്ങിപ്പോയിക്കോളി, ഇല്ലെങ്കിൽ ഞങ്ങള് ആകാശത്തേക്ക് വെടി വെക്കുന്നതായിരിക്കും. അതെന്തായിരിക്കണേ? നമുക്ക് പോവാം. നടക്കൂല മക്കളെ, ഞാൻ നടക്കൂല. ഞാൻ ടാക്സി വിളിച്ചു പോകും. നടക്കാൻ പോതിയുള്ളവർ നടന്നോളൂ, ഞാൻ ടാക്സി വിളിച്ചു പോകും. എല്ലാവരും എൻ്റെ 4 മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്. 1, 2, 3, 4. എൻ്റെ 4 എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ ഇർട്ടാണ്, ഈ ഭാഗം ഇർട്ടാണല്ലേ. ഇതാണ് മംസാർ പാർക്ക്. ഇവിടെ എഴുതിക്കുന്നത് മംസാർ പാർക്ക്. ഇത് മൊത്തം പാർക്കട്ടോ. എവിടെ വേഗം പേര്
ഒക്കെ വരും പാർക്ക് ക്ലോസ് എന്ന് വിളിച്ച് പറയുന്നുണ്ട്. പബ്ലിക്കൊക്കെ അത് ഇറങ്ങണം. ഇതായിരുന്നു പാർക്കിൻ്റെ എൻട്രി. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ തന്നെ ലാസ്റ്റ് വരുന്നത്. ചാർജ് കുറവുണ്ടോ? ഞാൻ കയറിയ സ്പീഡില്ല. റംഷാദ് കയറിയൊക്കെ സ്പീഡുണ്ടെന്നുള്ളത്. ഞാൻ കയറിയ സ്പീഡില്ല. റയാൻക്ക് പറ്റില്ല. ഞാൻ വീഴും. അനു കിടക്കാണ്. ഒന്നാണ്ട് തള്ള എന്നിട്ട് ഒന്നാണ്. പോട്ടെ ഓട്ടോ ഇതും കൂടെ പോയിക്കോ. പ്ലാറ്റ്ഫോമിൽ കൂടെ പോയിക്കോ. 20 കാരോ? വാങ്ങിച്ചിട്ട് കൊറേ ദിവസമായി. കാല് സ്റ്റീലാട്ടോ. സംഭവം എന്താണെന്നറിയോ? അവിടെ നിന്ന് കേറ്റാറുണ്ട്. ആ പോയ വണ്ടി ഞാൻ തിരിച്ചു വരുമോ? അത് വേണ്ട, നമുക്ക് ടാക്സി വിളിക്കാം. ടാക്സി ഇപ്പൊ എവിടെ? അതായിരുന്നു. ഇങ്ങടില്ല, അങ്ങോട്ട് കയറ്റായോണ്ടാണ്. കൊടുക്കങ്ങട് അന്ന് ഇറങ്ങിക്കോളി തള്ളി. മതി. അങ്ങോട്ട് ഇറക്കായതുകൊണ്ട് പിന്നെയും പോയി. സംഭവം ആക്സിഡന്റ് എവിടെ കൊടുക്കണത്? പോട്ടെ കുറച്ച് സ്പീഡിൽ പോയിക്കോ. അവിടെ വല്ലേറെ തിരിച്ചു പോയോ? അവിടുന്ന് ഇറങ്ങിട്ട് തിരിച്ചോ? പോട്ടെ അലക്കോടിക്കോ. ഇങ്ങോട്ട് ബ്രേക്ക് പതുക്കനെ പിടിക്കണ. മാറി കൊടുക്കി. പോ. ഒന്നാമത് ബാറ്ററി ഇല്ലാതെ വരുന്നേ. ഞാൻ അവിടെ നിർത്തേ. അനുവിന്റെ സന്തോഷം നോക്കിയൊക്കെ അതും മടക്കി വെക്കണം.
അയ്യോ എന്താ നല്ല കാറല്ലേ അനു അനുവിന് സന്തോഷം നോക്ക് താത്ത. ഓനക്ക് ഇത് കണ്ടിട്ട് സന്തോഷം. അല്ല റംസാദ് അവിടെ ഇരുന്നോളൂ. അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്നാ പിന്നെ എല്ലാവരും കൂടെ പോരാ. സ്റ്റിക്കർ ഒട്ടിക്കൂല അതേപോലെ തന്നെ നമ്മളൊന്നും മേടിച്ചില്ലല്ലോ ഒരു പെൻഡ്രൈവ്. അത് ഇത്ര സ്ഥലം ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ല ഇത് ലൈറ്റ് ഉള്ളിലത്തെ ലൈറ്റ് ആണ്. ഇത് ലൈറ്റ് ഒരു മിനിറ്റ് കാണാൻ ചെറിയ സ്പെയറിന് ബഹളം ഉണ്ടാക്കല്ലേ. അത് അങ്ങനത്തെ സിസ്റ്റം ആണ്. ഇതിന് സാറൊന്നും വെച്ചിരിക്കാലോ. ആ വണ്ടി കിട്ടട്ടെ. അപ്പൊ ഞങ്ങൾ ഒന്ന് അരങ്ങിട്ടോ 77. ആ ബാഗിലുണ്ടാ റംസാദേ, അതിലാ മറ്റേ ബാഗ് എടുത്തിട്ടില്ല. ആ പെട്ടി കോയിൻസ് ഉണ്ട്. ഒരു ഒറ്റ കോയിൻസ് അറിയാം. അപ്പൊ നമ്മളെ പരിപാടി നിർത്തി കഴിഞ്ഞു. ഞങ്ങൾ നടക്കുകയാണെങ്കിൽ 7 മിനിറ്റ് ഉള്ളൂ. ഇവ ഉള്ള നുണ പറഞ്ഞിട്ട് ആളെ നടത്തിപ്പോയി. ഞാൻ ഇവരെ നടത്തിക്കാൻ വേണ്ടി കുറച്ച് ടൈം കുറച്ച് പറയും. ഞങ്ങളിതാ ഹോട്ടലിലെത്തി. രവി റൂമിൽ പോയാ